തെരഞ്ഞെടുപ്പ് അടുക്കുംതോറും ബി ജെ പിക്ക് എ ക്ലാസ് മണ്ഡലങ്ങളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 9 നിയമസഭാ മണ്ഡലങ്ങളിൽ 1-ാം സ്ഥാനത്തും 11 ഇടങ്ങളിൽ 2-ാം സ്ഥാനത്തുമാണ് നിന്നത്. അങ്ങനെ ആ 20 മണ്ഡലങ്ങൾ അതിപ്രധാനമായിട്ടാണ് അവർ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. അതുപോലെ തന്നെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒരു 6 പാർലമെന്റ് മണ്ഡലം എ ക്ലാസ്സിലായിരുന്നു. ഇപ്പോൾ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഏതാണ്ട് 30,000-ത്തിലധികം വോട്ട് കൂടുതൽ പിടിച്ചിട്ടുള്ള മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് 38 എണ്ണമാണ്. 30,000-ത്തിന് മുകളിൽ വോട്ട് നേടിയിട്ടുള്ള മണ്ഡലങ്ങൾ, ഇതിൽ 40,000-വും 40,000-ത്തിന് മുകളിലുള്ളതും വരുന്നുണ്ട്. അങ്ങനെ 38 മണ്ഡലങ്ങളാണ് ഈ അതിപ്രധാനമായിട്ടുള്ളത്. തത്വത്തിൽ അത് എ ക്ലാസ് മണ്ഡലങ്ങൾ തന്നെയാണ്. ഇന്റലിജൻസ് റിപ്പോർട്ടുള്ളതാണിത്. ഈ 38 മണ്ഡലങ്ങളിലും ബി ജെ പി അതീവ ശ്രദ്ധ പുലർത്തുന്നു. ഇവിടങ്ങളിൽ ബി ജെ പിക്ക് വിജയസാധ്യത ഉറപ്പാണ് എന്നുള്ള രീതിയിൽ. ആദ്യകാലത്ത് നമുക്കറിയാം, തിരുവനന്തപുരത്ത് ചില മണ്ഡലങ്ങള്, ഈ കേരളത്തിന്റെ വടക്കേ അറ്റത്ത് ചില മണ്ഡലങ്ങൾ, ഇങ്ങനെ ആകെ കൂടി വിരലിലെണ്ണാവുന്ന തരത്തിൽ മാത്രമേ ഉള്ളൂ. അവിടെ നിന്നാണ് ബി ജെ പിയുടെ ഒരു വളർച്ച ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട മറ്റ് 2 മുന്നണികളും വിരളി പിടിച്ചു നിൽക്കുന്നത്. ഈ അവസരത്തിൽ ബി ജെ പി എ ക്ലാസ് എന്ന് പറയുന്ന ഏതാണ്ട് 40ഓളം മണ്ഡലത്തിൽ അടുത്ത് നിൽക്കുകയാണ്. തിരുവനന്തപുരത്തേക്ക് വന്നാൽ ആദ്യകാലം മുതൽ തന്നെ എ ക്ലാസ് മണ്ഡലത്തിൽ നിൽക്കുന്നതാണ്. ഇപ്പൊ തിരുവനന്തപുരത്ത് തന്നെയാണ് ബി ജെ പി ആദ്യകാലങ്ങളിൽ നിന്നത് മത്സരിച്ചതും. കേരളവർമ്മ രാജയുടെ മത്സരം എന്ന് പറയുന്നത് ഏതാണ്ട് 1 ലക്ഷത്തിലധികം വോട്ട് നേടിയപ്പോൾ ബി ജെ പി അവിടെ നിന്ന് ഉണ്ടാക്കുന്ന ഒരു വളർച്ച നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. തിരുവനന്തപുരം സിറ്റിക്കകത്ത് തന്നെ നിരവധി മണ്ഡലങ്ങൾ ഉള്ളതിൽ ഇപ്പോൾ കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, നേമം, തിരുവനന്തപുരം സെൻട്രൽ, ഈ മണ്ഡലങ്ങളാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ വരുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷന് ബി ജെ പിയിൽ കൊണ്ടുചെന്ന് എത്തിച്ചതിൻ്റെ പ്രധാനം ഈ വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലവും നേമം നിയമസഭാ മണ്ഡലവും കഴക്കൂട്ടം നിയമസഭാ മണ്ഡലവും ആണെന്നുള്ളതാണ്. ഈ വട്ടിയൂർക്കാവ് മണ്ഡലത്തിന് ഇപ്പോൾ നിരവധി പേരങ്ങ് ആവശ്യക്കാരായി വന്നിരിക്കുകയാണ്. നമുക്കറിയാം, ഈ ശ്രീലേഖ മേയർ ആകില്ല എന്ന് ഉറപ്പായപ്പോൾ ഉടനെ ശ്രീലേഖയെ വട്ടിയൂർക്കാവിൽ മത്സരിപ്പിക്കാനായി എല്ലാവരുടെയും തിരക്ക്. മാധ്യമങ്ങൾ ഉൾപ്പെടെ ശ്രീലേഖയ്ക്ക് വട്ടിയൂർക്കാവ് കൊടുക്കാൻ വാഗ്ദാനം നൽകിയിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞായി. പക്ഷേ വട്ടിയൂർക്കാവില് മത്സരിക്കാനായിട്ട് പാർട്ടി അനൗദ്യോഗികമായിട്ട് തന്നെ തീർച്ചപ്പെടുത്തിയിട്ടുള്ള ആളായിരുന്നു കൃഷ്ണകുമാർ. കൃഷ്ണകുമാർ ഏതാണ്ട് 2 വർഷത്തിന് മുകളിലായി അവിടെ പ്രവർത്തിക്കുകയാണ്. മണ്ഡലത്തിനകത്ത് വളരെ പരിചിതനായ വ്യക്തിയായി മാറിക്കഴിഞ്ഞു. അവിടുത്തെ റെസിഡൻസ് അസോസിയേഷനുകള്, അവിടുത്തെ ആ മണ്ഡലത്തിൽ വരുന്ന ഇടങ്ങളിലൊക്കെ കുടുംബ സംഗമം, അവിടെ ഏതെല്ലാം പ്രശ്നങ്ങളുണ്ടോ അവിടെയെല്ലാം കൃഷ്ണകുമാറിന്റെ സാന്നിധ്യവും ഉണ്ടെന്നുള്ളതാണ്. അവിടെ കൃഷ്ണകുമാർ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു വലിയ ഒരു വലയമുണ്ട്. ആ വലയം മറ്റുള്ളവർക്ക് തന്നെ ഇപ്പോൾ ഭയക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ തീർത്തെടുത്തിരിക്കുന്ന അവസരത്തിലാണ് ശ്രീലേഖ. അപ്പോൾ ശ്രീലേഖ തന്നെ സമീപ സമയത്ത് പറഞ്ഞു, ഞാൻ നിയമസഭാ മണ്ഡലത്തിലേക്കും എങ്ങുമില്ല മത്സരിക്കാൻ എന്ന് പറഞ്ഞ് ആ അധ്യായം അവിടെ അവസാനിപ്പിച്ചു. അതിനു മുമ്പ് ഇടയ്ക്ക് കേട്ടതാണ് കെ സുരേന്ദ്രൻ. കെ സുരേന്ദ്രൻ ഇവിടെ മത്സരിക്കേണ്ട കാര്യമില്ല. കെ സുരേന്ദ്രൻ ഒന്നുകിൽ മഞ്ചേശ്വരത്തോ അല്ലെങ്കിൽ തൃശ്ശൂരോ മറ്റോ മത്സരിക്കാം. അവിടെ ആ പ്രദേശത്താണ് സുരേന്ദ്രന്റെ ഒരു ബന്ധവും പിടിപാടും എന്ന് പറയുന്നത്. ഇവിടെ അത് കഴിഞ്ഞപ്പോഴുണ്ട് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കും എന്നൊക്കെ പറഞ്ഞ്. ശോഭാ സുരേന്ദ്രന് വളരെ ഒന്നുകൂടെ സുരക്ഷിതമായ, ഒന്നുകൂടെ എന്ന് പറഞ്ഞാൽ വട്ടിയൂർക്കാവ് സുരക്ഷിതമല്ല എന്നല്ല പറയുന്നത്, വട്ടിയൂർക്കാവ് ബി ജെ പിക്ക് വേണ്ടി 2026 നീക്കി വച്ചിരിക്കുന്ന തരത്തിൽ മാറ്റി പ്രവർത്തിച്ച് കൃഷ്ണകുമാർ അത് കയ്യിലെടുത്ത് നിർത്തിയിരിക്കുകയാണ് ബി ജെ പിക്ക് വേണ്ടി. ശോഭാ സുരേന്ദ്രൻ കായംകുളത്താണ് മത്സരിക്കേണ്ടത്. കാരണം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ മത്സരിച്ച് അവിടെ ഉണ്ടാക്കിയിട്ടുള്ള അടിവേരുണ്ടാക്കിയെടുത്തു ബി ജെ പിക്ക്. ശോഭാ സുരേന്ദ്രൻ എവിടെ മത്സരിച്ചാലും നമുക്കറിയാം അവിടം ഉഴുതു മറിച്ച്
BJPക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ഇടമാക്കി മാറ്റും. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാടാണ് മത്സരിക്കുന്നത്. അന്ന് അവിടെ അതിശക്തമായ ത്രികോണ മത്സരം ഉണ്ടാക്കി. അത് കഴിഞ്ഞ് പിന്നീട് വന്നിട്ട് 2021 കഴക്കൂട്ടത്ത് മത്സരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ആറ്റിങ്ങൽ മത്സരിക്കുന്നു. അവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് വലിയ ഒരു ഇമേജാണ്. അത് കഴിഞ്ഞ് ആലപ്പുഴയിൽ മത്സരിക്കുന്നു. ആലപ്പുഴയിൽ 2,99,000-ലധികം വോട്ട് നേടി, ഏതാണ്ട് 3 ലക്ഷം വോട്ട് തന്നെ നേടി എന്നുള്ളതാണ്. അവിടെയാണ് ഈഴവ വിഭാഗത്തിലുള്ള വോട്ട് മുഴുവൻ പിടിച്ചെടുക്കാനായിട്ട് ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞു. അവിടെയാണ് CPM മനസ്സിലാക്കിയത്, ഇത് ശോഭാ സുരേന്ദ്രൻ ബി.ജെ.പിയിലേക്ക് വോട്ട് ചോർച്ച ഉണ്ട് എന്ന് മനസ്സിലാക്കി. അതിൻ്റെതായ രീതിയിൽ പിന്നീട് CPM പ്രവർത്തിക്കാൻ തുടങ്ങി. അതൊക്കെ തിരിച്ചടിയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വട്ടിയൂർക്കാവിലേക്ക് വരുമ്പോൾ ഇവിടെ നോക്കണം, ഇവിടെ ഒരു ഹൈ ക്ലാസ് ഒരു മണ്ഡലമാണ് വട്ടിയൂർക്കാവ് എന്ന് പറയുന്നത്. ഇവിടെ BJP ഉണ്ട്, ഇഴവ സമുദായമുണ്ട്, ക്രൈസ്തവരുണ്ട്, നായർ സമുദായത്തിന് മുൻതൂക്കമുള്ള മണ്ഡലം കൂടിയാണ്. അവിടെ വട്ടിയൂർക്കാവിന് മണ്ഡലത്തിനകത്ത് തന്നെ താമസിക്കുന്ന സ്ഥാനാർത്ഥിയാണ് കൃഷ്ണകുമാർ. അത് മനസ്സിലാക്കണം. അതുകൊണ്ട് ആ മണ്ഡലത്തെ നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ ശോഭാ സുരേന്ദ്രനെ ഇനിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കാതെ പാർട്ടി നേതൃത്വം ചെയ്യേണ്ടത് ഒരിടത്ത് നിർത്തി വിജയിപ്പിച്ചെടുക്കുക. 24 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ മത്സരിച്ച സ്ഥിതിക്ക് ആ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ വരുന്നതാണ് കായംകുളം. അവിടെ വലിയ ഒരു ചലനം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. അവിടെ കോൺഗ്രസിൽ നിന്ന് അരിതാ ബാബു ആയിരിക്കും, CPM-ൽ നിന്ന് പ്രതിഭാഹരി മത്സരിക്കാൻ സാധ്യത കുറവാണ്. കാരണം 2 ടേം പൂർത്തിയാക്കിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് പ്രതിഭാഹരി അവിടെ പാർട്ടി തലത്തില് അവരുമായിട്ട് വലിയ യോജിപ്പിൽ നിൽക്കുന്നില്ല. പക്ഷെ എന്തായാലും അവിടെ മത്സരിക്കാൻ പോകുന്നത് ശോഭാ സുരേന്ദ്രൻ ഇറങ്ങിക്കഴിഞ്ഞാൽ 3 വനിതകൾ തമ്മിലുള്ള പോരാട്ടമായിരിക്കും. അപ്പൊ അവിടെ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ ഉണ്ടാക്കിയെടുത്ത വലിയ ചലനമാണ്. തീർച്ചയായിട്ടും കായംകുളം BJPക്ക് അനുകൂലമായി നിൽക്കുകയാണ്. ശോഭാ സുരേന്ദ്രനിലൂടെ അത് 2026 കേരള നിയമസഭയിൽ എത്തിക്കണം. അല്ലാതെ ഈ BJP A ക്ലാസ് മണ്ഡലമായിട്ട് മാത്രം ആദ്യമേ നിർത്തിയ വട്ടിയൂർക്കാവിൽ നിന്ന് എന്തിനാണ് വട്ടിയൂർക്കാവിലേക്ക് വരുന്നത്? വട്ടിയൂർക്കാവിൽ ഒരാൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ അവിടെ നല്ല ഒരു പങ്ക് വാർഡുകൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ എത്തിച്ചതിന്റെ ഒരു പ്രധാന ഉത്തരവാദി കൃഷ്ണകുമാർ തന്നെയാണ്. കൃഷ്ണകുമാറിന് ഇപ്പൊ സുരേഷ് ഗോപി തൃശ്ശൂരിൽ ഏത് തരത്തിലാണ് പ്രവർത്തിച്ചത്? ആദ്യം പരാജയം ഉണ്ടായി. സുരേഷ് ഗോപി അവിടെ നിന്ന് പ്രവർത്തിച്ചു. പിന്നീടുള്ള 5 വർഷക്കാലം തൃശ്ശൂർ തന്നെ കേന്ദ്രീകരിച്ചു നിന്നു. കേന്ദ്ര നേതൃത്വം പറഞ്ഞു, അവിടെ നിന്നുകൊള്ളാൻ പറഞ്ഞു. അനൗദ്യോഗികമായിട്ട് തന്നെ പ്രഖ്യാപനം സുരേഷ് ഗോപി അങ്ങ് നടത്തി, അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞില്ലേ. അതുപോലെ തന്നെയാണ് ഇവിടെയും അനൗദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായി. കൃഷ്ണകുമാറിന് തന്നെയാണ് നൽകിയിരിക്കുന്നത് എന്നുള്ള രീതിയിൽ കൃഷ്ണകുമാർ അത്തരത്തിലുള്ള പ്രവർത്തനമാണ് നടത്തിയത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങള് മനുഷ്യരുമായിട്ട് ഇദ്ദേഹം സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹം അഭ്രപാളികളിൽ നിറഞ്ഞു നിൽക്കുന്ന ദന്തഗോപുരത്തിൽ നിൽക്കുന്ന ഒരാളൊന്നും അല്ല. സാധാരണക്കാരനോടൊപ്പം അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരുടെ തോളിൽ കൈയിട്ട് മണ്ഡലത്തിലുള്ള ഓരോ വോട്ടർമാരെയും പേരെടുത്ത് വിളിക്കാൻ തക്കവണ്ണമുള്ള പരിചയവും കൃഷ്ണകുമാർ അവിടെ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ്. അത്രത്തോളം അധ്വാനിച്ചു കഴിയുമ്പോൾ ഇവിടെ ഇന്നാരാണ് മത്സരിക്കുന്നത് എന്ന് പറഞ്ഞ് മാധ്യമങ്ങളിലേക്ക് വാർത്തകൾ കൊണ്ട് നിറയ്ക്കുന്ന രീതി നല്ലതല്ല. BJP നേതൃത്വം മനസ്സിലാക്കേണ്ടത് വിജയം സാധ്യതയുള്ള ഓരോരുത്തരെയും വിലയിരുത്തിക്കൊണ്ട് അതിൻ്റെതായ രീതിയിൽ സ്ഥാനാർത്ഥി നിർണയം നടത്തണം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ രാജീവ് ചന്ദ്രശേഖർ തീർച്ചപ്പെടുത്തിയത് എന്താണ്? അവരവർക്ക് ആവശ്യമുള്ള മണ്ഡലം എന്നുള്ള രീതിയിൽ അവർക്ക് വിട്ടുകൊടുത്തു. നിങ്ങൾ അവിടെ പോയി പ്രവർത്തിക്കുക, അവിടുന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എത്ര ഫലമാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് വിലയിരുത്തട്ടെ, എന്നിട്ട് ഞങ്ങൾ നിങ്ങളെ അവിടെ നിർത്താം. ഇവിടെ നിർത്താൻ യോഗ്യൻ വട്ടിയൂർക്കാവിൽ മത്സരിക്കേണ്ടത് കൃഷ്ണകുമാർ തന്നെയാണ്. കൃഷ്ണകുമാർ മത്സരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടെലിവിഷൻ സിനിമ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ആൾ കൂടിയാണ്. അപ്പോൾ സ്ത്രീജനങ്ങളുടെ കൂടി വോട്ട് കൂടുതലായിട്ട് കിട്ടും എന്നുള്ളതും ഓർത്തിരിക്കേണ്ട കാര്യമാണ്. പാർട്ടി നേതൃത്വം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വട്ടിയൂർക്കാവിലെ സ്ഥാനാർത്ഥിയെ നിർണയിക്കേണ്ടിയിരിക്കുന്നു.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.